ഹല്ലേലൂയ, സ്തോത്രം. എൻ്റെ യേശു ജീവിക്കുന്നു, അതുകൊണ്ട് ഞാനും ജീവിക്കുന്നു. മഹത്വം നമ്മുടെ യേശുവിന് മാത്രം കൊടുക്കുന്നു. യേശുവിന് മഹത്വം കൊടുത്തുകൊണ്ട് എൻ്റെ അടുത്ത ഒരു വീഡിയോ ചെയ്യാൻ സ്വർഗം എന്നെ അനുവദിച്ചിരിക്കുന്നു. യേശു നാം തന്നെ, ആമേൻ. അപ്പോൾ തന്നെ നമ്മളൊരു സങ്കീർത്തനത്തിൽ വായിക്കുന്നു, ദൈവം ഇല്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. സ്തോത്രം. അപ്പം അങ്ങനെ ഉള്ള കുറച്ച് മൂഢന്മാരുടെ സമയമാണ് ഇതും ഈ അവസാന കാലഘട്ടത്തിലും ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം 2 ദിവസം മുമ്പ് ഒരു പമ്പര വിഡ്ഢിയുടെ ഒരു വീഡിയോ ഞാൻ കേട്ടായിരുന്നു, ഒരു വചനം കേട്ടായിരുന്നു. അപ്പോൾ ആ വിഡ്ഢി ഒരു സന്തോഷ് കുളങ്ങര എന്ന ഒരു വിഡ്ഢിയുടെയാണ്. പുള്ളി പറഞ്ഞേക്കുന്നത് ദൈവം എന്ന് പറഞ്ഞ ഒരു മരമണ്ടൻ ഇല്ലെന്നൊക്കെയാണ് പുള്ളി പറഞ്ഞത്. എന്നുവെച്ചാൽ പുള്ളിയുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള കാര്യമാണ്. വെച്ചാൽ അങ്ങനെ ഇവിടെ എന്തെങ്കിലും ചെയ്തിട്ട് സ്വർഗത്തിൽ കൊണ്ടുപോയി അനുഗ്രഹിക്കുന്ന ഒരു ദൈവം ഇല്ല. ഇവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, എന്തെങ്കിലും മാങ്ങാത്തുലി ഉണ്ടെങ്കിൽ ഇവിടെ ചെയ്ത് തീർക്കട്ടെ ദൈവം ഉണ്ടെങ്കിൽ, പുള്ളി അങ്ങനെയാണ് പറയുന്നത്. അപ്പം ഞാൻ ഓർക്കുന്നത്, സഹോദരൻ, ഈ മരമുണ്ടൻ ഇവനെക്കുറിച്ചാണ് ആ സങ്കീർത്തനം എഴുതിയിരിക്കുന്നത്. ദൈവം ഇല്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ, ഈ വിഡ്ഢി, ഈ പമ്പര വിഡ്ഢി, ആ പുള്ളിയുടെ പേര് ഞാൻ പറയുന്നില്ല, അതിൻ്റെ ആ പുള്ളി ലോകം മുഴുവൻ സഞ്ചരിക്കുന്ന വലിയൊരു വ്യക്തിയാണ്, നല്ല മഹൽ വ്യക്തിയാണ്, ലോകരാജ്യം മുഴുവൻ കറങ്ങിയിട്ട് വരുന്ന ആളാണ്. അപ്പോൾ അങ്ങനെ വരുന്ന ആ പുള്ളിയെ ഞാനിട്ട് ആ പുള്ളി ഒരു ചിലപ്പോൾ ഒരു ഗജ കൊമ്പനായിരിക്കും, ഞാനൊരു ഉറുമ്പുമാണ്. അപ്പോൾ അങ്ങനെ ഒരു ആളോട് എതിർക്കാൻ എനിക്ക് യാതൊരു ഇതില്ല. എങ്കിലും എനിക്കൊരു കാര്യം അറിയാം, എൻ്റെ യേശു മാത്രം ജീവിക്കുന്നു, എൻ്റെ യേശു ജീവിക്കുന്ന ദൈവം, അതിന് തെളിവുകളാണ്. സ്തോത്രം, അല്ലേ? അപ്പോൾ ഈ മരമണ്ടൻ പല വീഡിയോയിൽ പല കാര്യങ്ങളും ചോദിക്കുന്നുണ്ട്. പക്ഷെ അതിനൊന്നും മറുപടി പറയാനില്ല. പക്ഷേ നമ്മുടെ ഈ ഒരു രീതിയിൽ അത് പറയാൻ പറ്റില്ല. പക്ഷേ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ദൈവം ചെയ്തിരിക്കുന്ന കാര്യം, സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ അത് മാത്രമേ എനിക്കിന്ന് പറയാനുള്ളൂ. എന്ന് വെച്ചാൽ എൻ്റെ അവസ്ഥ ആ ഒരു ലെവലിൽ ഞാൻ നിൽക്കുമ്പോഴും എൻ്റെ കർത്താവ് എന്നെ ഇപ്പം ഈ പൊട്ടൻ പറയുന്ന പോലെ അങ്ങനെ ചില പൊട്ടത്തരങ്ങൾ ചെയ്തുകൊണ്ടാണ് ഞങ്ങളെപ്പോലെയുള്ളവർ ജീവിക്കുന്നത്. അപ്പം ഈ ക്രിയാറ്റിൻ എന്ന് പറഞ്ഞാൽ നമ്മളെ കിഡ്നിയുടെ ആ ലെവല്, അതിൻ്റെ ഒരു ലെവല് 9.4 ഒരു മരുന്നും ഒന്നും ഇല്ലാതെ ഇന്നും 2 മാസം മുമ്പ് 3 മാസം മുമ്പ് ചെക്ക് ചെയ്യുമ്പോൾ 9.4 ഇപ്പോഴും അതേ അവസ്ഥയിൽ തന്നെ. സാധാരണ മെഡിക്കൽ സയൻസ് പറയുന്നത് 4% കഴിഞ്ഞാൽ അതിനെ ക്രിട്ടിക്കൽ സ്റ്റേജാണ്, അപകട നിലയാണ്. അപ്പോൾ ആ അവസ്ഥയിലോട്ട് പോകേണ്ട ഞാൻ അത് കഴിയാതെ ഇപ്പോഴും ആ ദൈവം ഉണ്ട് എന്നുള്ള ഒരു മരമണ്ടത്തരം ചെയ്തുകൊണ്ട് ഞാൻ ഈ 2 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുകയും ഒരു ഏറ്റവും വലിയൊരു വിഡ്ഢിത്തരം, വെള്ളം രക്തമായിട്ട് യേശുവിൻ്റെ രക്തമെന്ന് പറഞ്ഞ് കുടിച്ച് ഒരു മരുന്നും ഇല്ലാതെ ഞാൻ ഇന്നും ജീവനോടെ ഇരിക്കുന്നു. അപ്പം അങ്ങനെ കുറച്ച് വിഡ്ഢിത്തരം ചെയ്ത ഒരു 3 പേരെക്കുറിച്ച് മാത്രം പറയാൻ ഇന്നത്തെ ഞാൻ ഉദ്ദേശിക്കുന്നത്. അടുത്ത ഒരു തുടർ വചനവും കൂടെ ആയിട്ട് വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് എനിക്കതിന് അവസരം തന്നാൽ ഇതിൻ്റെ ബാക്കി ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇത് 3 പേര് ദൈവത്തെക്കുറിച്ച് ചോദിച്ചാൽ അതിനകത്തെ ഒരാൾ നമ്മുടെ മോശയാണ്. അവിടെ നമ്മൾ കാണുന്നത് മോശ ദൈവത്തോട് പോയി വാട്ട് ഈസ് യുവർ നെയിം എന്ന് ചോദിച്ച ആളാണ്. മോശ, ദൈവമേ നീ ആരാണ്, നിൻ്റെ പേരെന്താണ്? അതായത് ഞാൻ ഫറവോൻ്റെ അടുത്ത് ചെന്ന് നിൽക്കുമ്പോൾ നീ ആരാണെന്ന് അപ്പം ചുരുക്കം പറഞ്ഞ ഇത്രേ ഉള്ളൂ, ഗോഡ് വാട്ട് ഈസ് യുവർ നെയിം എന്ന് ചോദിച്ച ഒരേ ഒരാൾ മോശയാണ്. അത് പുറപ്പാട് 3 നമ്മൾ കാണുന്നുണ്ടെങ്കിൽ ഉൽപ്പത്തി 17-ാം അധ്യായത്തിൽ വലിയൊരു സംഭവം നടക്കുന്നുണ്ട്. ഉൽപ്പത്തിയിൽ 17-ാം അധ്യായത്തിൽ ദൈവം തന്നെ ഇറങ്ങി വന്നിട്ട് അബ്രഹാമിനോട് പറയുന്നുണ്ട്, ഞാൻ സർവശക്തിയുള്ള ദൈവമാണ്, ഐ ആം എൽ ഷദായ്, ഞാൻ സകലത്തിൻ്റെയും ദൈവമായ യഹോവയാകും. അപ്പോൾ ഈ മണ്ടൻ ഒരു ചെറിയ കാര്യം, ചെറിയൊരു പടുവിഡ്ഢിത്തരം ചെയ്ത ഒരു പൊട്ടനായിരുന്നു. അപ്പോൾ ഇവൻ മക്കളുണ്ടാവുന്നത് അത്ര ഇതായെങ്കിലും അവൻ ദൈവത്തെ സഹായിക്കാൻ നോക്കി. എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ വാക്കിന് ഒരു വില കൽപ്പിക്കാൻ വേണ്ടി അവൻ്റെ ഭാര്യയുടെ വർത്തമാനം കേട്ട് ഒരു പൊട്ടത്തരം ചെയ്തു. ഒരു ഭാര്യയുടെ ഒരു ജോലിക്കാരിയിൽ ഒരു കുഞ്ഞ് ഉണ്ടായി. അങ്ങനെ അതിലൂടെ വേറൊരു ജാതി പുറപ്പെട്ടു. അങ്ങനെ ദൈവത്തെ സഹായിക്കാനായിട്ട് നോക്കിയ ആ മണ്ടൻ്റെ മുമ്പിൽ വന്ന്
ദൈവം പ്രത്യക്ഷപ്പെടുന്നതാണ് ഉൽപ്പത്തി 17 അധ്യായത്തിൽ ദൈവം വന്നു നിന്നിട്ട് ചോദിക്കുന്നതാണ്, ഐ ആം എൽ ഷദായ്, ഞാൻ സർവശക്തിയുള്ള ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? നത്തിങ് ഈസ് ഇമ്പോസിബിൾ വിത്ത് മീ, എനിക്ക് കഴിയാത്ത ഒരു കാര്യവുമില്ല. നീ 99 വയസ്സായാലും നിന്നോട് ഞാൻ വാഗ്ദത്തം ചെയ്തത് ഞാൻ നിവർത്തിക്കുക തന്നെ ചെയ്യും. ഞാൻ യഹോവയാണ്, ഞാൻ സർവശക്തിയുള്ള യഹോവയാകും എന്ന് പറഞ്ഞ പോലെ ഇന്നത്തെ ലോകത്ത് പല ആൾക്കാരും അറിയാത്ത കാര്യമുണ്ട്. അപ്പോൾ ഈ നമ്മുടെ ഈ കാലഘട്ടത്തിൽ വന്നപ്പോഴത്തേക്ക്, ഈ പുതിയ നിയമ കാലഘട്ടത്തിൽ വന്നപ്പോഴത്തേക്ക് ഒരു ഭിക്ഷക്കാരൻ, വെറും ഒരു യാചകൻ്റെ മുന്നിൽ ഈ ദൈവം തന്നെ, ഈ ദൈവം വേറൊരു രൂപമെടുത്ത് ദൈവം ഒരു പുത്രനായിട്ട് വന്നപ്പോൾ ആ ദൈവപുത്രനെ കണ്ട ആ ഒരു യാചകൻ വഴിയിൽ നിന്ന് നിലവിളിച്ചു, അല്ലെ, മഹോന്നതായ ദാവീദ് പുത്ര, മഹോന്നതനെ, എന്നോട് കരുണ തോന്നണമേ. നമ്മളത് നോക്കിയാൽ അറിയാം, അവിടെ എന്ത് ചെയ്തിട്ട് അനങ്ങാത്ത ആ ദൈവം ആ ഒരൊറ്റ വാക്കിൻ്റെ മുമ്പിൽ ദൈവം അവിടെ നിന്നു അവനെ വിളിക്കാൻ പറഞ്ഞു. അവനെ വിളിച്ചു, നിനക്ക് എന്ത് വേണമെന്ന് ചോദിച്ചു, എൻ്റെ കണ്ണ് തുറക്കണമെന്ന് പറഞ്ഞു. അവൻ അപ്പം തൊട്ട് ആ ദൈവം അവനെ സൗഖ്യമാക്കി. സ്തോത്രം. അപ്പോൾ അതായത് അവന് കണ്ടു കാണില്ല, ഒന്നുമില്ല, പക്ഷെ അവൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു. ഇന്നും നമ്മുടെ ഈ ലോകത്ത് പല ആൾക്കാർക്കും വലിയ വചനപ്രഘോഷകരും ഇതൊക്കെ ചെയ്യുന്നവരൊക്കെ ഉണ്ട്. പക്ഷെ ഇവർക്കാർക്കും സത്യം അറിയില്ല. വചനം പറയുന്ന സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ഈ സത്യം പറയുന്നവരെ ചിലർ കളിയാക്കും, അവൻ ദുരുപദേശകനാണ്, തെറ്റായ കാര്യം പഠിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞ് കളിയാക്കും. പക്ഷെ അങ്ങനെയല്ല. പക്ഷെ അവൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു. അവൻ അവിടെ ഇരുന്ന് നിലവിളിച്ചു. അവൻ പറഞ്ഞു, ദാവീദിൻ്റെ പുത്ര, മഹോന്നതനെ, എന്നോട് കരുണ തോന്നണമേ എന്ന് പറഞ്ഞപ്പോൾ ആ സെക്കൻഡിൽ ഈ സകലവും സൃഷ്ടിച്ച, ഈ അണ്ടകടാഹങ്ങൾ സൃഷ്ടിച്ച ദൈവം അവിടെ നിന്ന് അവനെ സൗഖ്യമാക്കി. അവൻ കാഴ്ചയുള്ളവനായി തീർന്നു. അപ്പോൾ 3 പേരുടെ കാര്യം നമ്മൾ കേട്ടു. ഒന്ന് മോശ വാട്ട് ഈസ് യുവർ നെയിം ചോദിച്ചു. അത് കഴിഞ്ഞ് അബ്രഹാമിൻ്റെ മുമ്പിൽ യേശു വന്ന് ആ പ്രസ്ഥാനം ചെയ്തിട്ടും ദൈവം വന്ന് നിന്നുകൊണ്ട് പറഞ്ഞു, എനിക്കിതിന് മുഴുവൻ കഴിവുണ്ട്, നീ എന്തിനാ ഈ വിഡ്ഢിത്തരം ചെയ്തത്? സ്തോത്രം. അപ്പോൾ ഇന്നും പല ആൾക്കാർ, അതാണ് സങ്കീർത്തനത്തിൽ പറയുന്നത്, മൂഢൻ, ദൈവം ഇല്ല എന്ന് പറയുന്ന പടുവിഡ്ഢിയാണ്. അവൻ സന്തോഷം ആരായാലും ഇതിനെ കഴിഞ്ഞ് വെഡ്ഢി ലോകത്തില്ല. എത്ര കുളങ്കരയെന്ന് പറഞ്ഞാലും ഇത്രയും വലിയ ലോകം മുഴുവൻ ചുറ്റുന്നവൻ ദൈവം ഇല്ല എന്ന് പറയുന്ന വിഡ്ഢിയെ കഴിഞ്ഞൊരു വചനം പറഞ്ഞ സത്യമോ? ദൈവം ഇല്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. ഞാൻ 2006 ഞാനും എൻ്റെ 2 കുഞ്ഞുങ്ങളും എൻ്റെ ഭാര്യയാണ് കൂടി വണ്ടി മറിഞ്ഞ് വാഗമണിൽ ആ കൊക്കയിലോട്ട് വീണ് പോകേണ്ടതാണ്. ആ സെക്കൻഡിൽ, അതായത് ആ കൊക്കയിലോട്ട് വീഴുന്നതിൻ്റെ തൊട്ട് മുമ്പിൽ ഒരു മയിൽക്കുറ്റിയിൽ തട്ടി എൻ്റെ വണ്ടിയുടെ ഫ്രണ്ട് വീൽ അവിടെ ഇടിച്ച് നിന്നു, ഇറക്കത്തില്ല. അപ്പോൾ ഞാൻ ഓർക്കുന്നത് ഇതൊന്നും അറിയാം. അപ്പോൾ എൻ്റെ കുഞ്ഞ് എഴുന്നേറ്റ്, എൻ്റെ വൈഫ് എൻ്റെ തോളത്ത് കയറി പിടിച്ചു. അങ്ങനെയാണ് ആ മരണത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെടുന്നത്. എനിക്ക് അന്ന് ഞാൻ ദൈവത്തെ കണ്ടതാണ്. സ്തോത്രം. അപ്പോൾ നമ്മുടെ എല്ലാം മുമ്പിൽ ഈ ദൈവം ഉണ്ട് എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. ഇന്നത്തെ ഈ അവസ്ഥയിൽ ഞാൻ 9.4 ക്രിയേറ്റീവ് ലെവലിൽ ഇരിക്കുമ്പോഴും ഈ ചങ്കൂറ്റത്തോടെ ധൈര്യത്തോടെ നിന്ന് എനിക്ക് വചനം പറയാൻ ആ ഒരു കഴിവ്, എൻ്റെ നാക്ക് തളർന്നു പോയതാണ്, എൻ്റെ കണ്ണടഞ്ഞു പോയതാണ്, കൈകാലുകൾ തളർന്നു പോയതാണ്. ഇന്നും നമ്മുടെ വിവേക് നമ്പ്യാർ പറഞ്ഞത് 6 മാസത്തിനപ്പുറം ഡെന്നീസ് പോകില്ലെന്ന് പറഞ്ഞ ഡെന്നീസ് ഇപ്പോൾ 9 വർഷമായിട്ട് ഇന്നും ജീവനോടെ ഇരിക്കുന്നുണ്ടെങ്കിൽ വിവേക് നമ്പ്യാർ അമൃത ഹോസ്പിറ്റലോ ഒന്നുമല്ല. എൻ്റെ യേശു ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. സ്തോത്രം. ഞാൻ ആ ദൈവത്തെ മഹത്വപ്പെടുത്തും. മഹത്വം മുഴുവൻ യേശുവിന് മാത്രം കൊടുക്കും. അപ്പോൾ നമ്മുടെ എല്ലാം ദൈവം ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. നമ്മളിപ്പോൾ വരുന്ന ദിവസങ്ങളിൽ, മാസങ്ങളിൽ നമ്മുടെ ആ പിതാവാം ദൈവം ഭൂമിയിലേക്ക് മറ്റൊരു രൂപത്തിൽ, ഒരു സാദൃശ്യത്തിൽ ദൈവം വന്നു. അതിൻ്റെ ഒരു ക്രിസ്മസ് ആയിട്ട് നമ്മൾ ആഘോഷിക്കുന്നു. അടുത്ത വചനത്തിൽ ഞാൻ ഇതിൻ്റെ ഒരു ബാക്കി പറയാനായിട്ട് ഞാൻ ശ്രമിക്കും. എന്ന് വെച്ചാൽ ആ യാചകൻ വിളിച്ച വിളി, അതിനു മുമ്പിൽ എന്തുകൊണ്ട് ഈ യേശു നിന്നു? സ്തോത്രം. എന്ന് വെച്ചാൽ
അത് ആ കണ്ണുമുട്ടനാണെങ്കിൽ അവൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു. അവനത് മനസ്സിലായി. ഒരൊറ്റ വിളിയിൽ അവന് മനസ്സിലായി ദൈവം യഥാർത്ഥ ദൈവമാണ്. സ്തോത്രം. അതാ അബ്രഹാമിൻ്റെ മുമ്പിൽ വന്നു നിന്ന് പറഞ്ഞതുപോലെ, ഞാൻ സർവശക്തിയുള്ള, ഞാൻ സകലത്തിൻ്റെയും ദൈവമായ യഹോവയാവുന്നു. ഐ ആം ദ ലോഡ്, ഐ ആം ദ ഗോഡ്. ഞാൻ എൽ ഷദ്ദായ, ഞാൻ സകലം സൃഷ്ടിച്ചവനാണ്. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഇതിൻ്റെ ബാക്കി ഞാൻ ആദ്യമായിട്ട് ഒരു കണ്ടിന്യൂസ് വേർഡായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നു. അടുത്ത വചനം ഞാൻ ദൈവം അനുവദിച്ചാൽ ചെയ്യും. അതിൽ ഇതിൻ്റെ മറുപടി ഞാൻ പറയും. ബാക്കിയുണ്ട്. സ്തോത്രം. അപ്പോൾ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എനിക്ക് ഇത്രയുള്ളൂ പറയാം. നമ്മുടെ ദൈവം ഇന്നും ജീവിക്കുന്നു. ഹല്ലേലൂയ. എൻ്റെ യേശു ജീവിക്കുന്ന ദൈവം. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ.